നിങ്ങൾ ഇതിന് ഉത്തരം തരണം. ഞാനൊരു 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന് നിങ്ങൾ എന്താ ഇമാതിരി വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇടാതെ? 2, നിങ്ങൾ പറയുന്നുണ്ട്, ഓരോ തവണയും പറയലുണ്ട് ഇതൊക്കെ ജെന്യൂനാണെന്ന്. ഇമാതിരി ജെന്യൂനായ സാധനം എന്തിനാ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് കളഞ്ഞേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ മണ്ടത്തരം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലായാലും ഞാൻ പലതവണ നമ്മുടെ വീഡിയോസിൽ ഞാൻ പലതവണ ഞാൻ പറയലുണ്ട്, ഈ ബെറ്റിങ് അതുപോലുള്ള ആപ്പുകളിലൊക്കെ കൊണ്ട് ഇമാതിരി ഫ്രോഡ് പരിപാടികളുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് നല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനും ഇതിന്റെ അകത്ത് അവരെ പറയുന്ന കണ്ട് ആ ഒരു വിശ്വാസത്തില് ഞാനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അന്നേരം കയ്യിൽ നിന്ന് പൈസ പോയിന്ന് നല്ല പണി കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും ചേട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യാവസ്ഥ എന്നാണ് എല്ലാവരും അറിയേണ്ടത്. ഒരുപാട് പേരെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അവരെ കാണിച്ച് അവർക്കത് ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ അതിൽ പോയി കുടുങ്ങിയത് എത്ര പേരാ. ചേട്ടൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യണേ. എന്താ സത്യാവസ്ഥ എന്ന് എല്ലാവരും അറിയണ്ടേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ട്രാക്ഷൻ കണ്ടന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബെറ്റിംഗ്. നിങ്ങളിപ്പോൾ ഈ ഫസ്റ്റ് കേട്ട ഈ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പില്ലേ, ഇത് ഒരു പെൺകുട്ടി ഷെയർ ചെയ്തതായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും കുറേ പൈസ പോയി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ മണ്ടത്തരം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലായാലും ഞാൻ പലതവണ നമ്മുടെ വീഡിയോസിൽ ഞാൻ പലതവണ ഞാൻ പറയലുണ്ട്, ഈ ബെറ്റിങ് അതുപോലുള്ള ആപ്പുകളിലൊക്കെ കൊണ്ട് ഇമാതിരി ഫ്രോഡ് പരിപാടികളുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് സ്വന്തം കയ്യിലുള്ള കാശ് കൊണ്ടേ കളയുന്നവരോട് ഒന്നും പറയാനില്ല. ഇനിയെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളി, ഇങ്ങനെ ഒന്നും എളുപ്പത്തിൽ ഒരു തേങ്ങയും കിട്ടാൻ പോണില്ല. അതാണ് സത്യാവസ്ഥ. നിങ്ങളുടെ കയ്യിലുള്ള കാശ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുപോയി ആരുടെങ്കിലും അണ്ണാക്കി കൊണ്ടുപോയി കൊടുക്കുന്നതാണ് സമാധാനമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇനിയും കൊണ്ടുപോയി കൊടുത്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ ടീംസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവരും ഒന്നല്ല കേട്ടോ, നമ്മുടെ ഇടയിൽ. അവർക്കാണ് ഈ വീണ്ടും അടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗർ ഫാസ്മീന സക്കീർ, അല്ലെങ്കിൽ ഈ ഒരു 3 ചാനൽ നമുക്ക് അത്യാവശ്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിക്ക് അറിയുന്നതാണ്. ഇപ്പോൾ കറന്റ് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേജുകളും ഇവരുടെ 3 പേരുടെയും ഇൻസ്റ്റാ പേജുകൾ ഇൻസ്റ്റ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫേക്ക് ആപ്പുകളും അതുപോലുള്ള ബെറ്റിംഗ് പ്രൊമോഷനും ഒക്കെ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മുട്ടം പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും 3 ആൾക്കും. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, ഇത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇതിൽ ചതിയൊന്നുമില്ല, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞ വീഡിയോ. അവരെ മുമ്പുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അമ്മാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും ഇമാതിരി കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നത്. ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇവരെന്താ യൂട്യൂബിൽ ഇമാതിരി ബെറ്റിംഗ് ആപ്പിന്റെ ഇമാതിരി പ്രൊമോഷന്റെയും വീഡിയോകളും കാര്യങ്ങളും ഒന്നും ഇടാത്തതെന്ന്. കാരണം യൂട്യൂബിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇമാതിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. അത് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും. സോ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏത് പേജായാലും ചാനലായാലും അതപ്പം തന്നെ റിമൂവ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇമാതിരി വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കാൻ വേണ്ട, പോയി ചാടാൻ വേണ്ട. ഇതുപോലെ തന്നെ മറ്റ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് ചാനലുകളുണ്ട്. സഞ്ജു ടെക്കി, അതുപോലെ നമ്മുടെ നിക് വ്ലോഗ്, അങ്ങനെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട്. ഇവരും ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇപ്പൊ മുക്കി തുടങ്ങിയിട്ടോ. നമ്മൾക്ക് അവരുടെ പേജിലും കാര്യങ്ങളൊക്കെ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മാതിരി സാധനങ്ങളൊന്നും കാണില്ല, എല്ലാം മുക്കി. ഇമാതിരി കാര്യങ്ങളൊൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രൈം തന്നെയാണ് കേട്ടോ, ശിക്ഷ കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങളെ, ഇതൊന്നും അറിയാത്ത ജനങ്ങളെ ഇമാതിരി കാര്യങ്ങളൊക്കെ ഇത്രയും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇത് കേൾക്കും, അത് ഇവർക്കും അറിയാം. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ കേട്ട് സ്വന്തം കയ്യിലുള്ള പൈസ കൊണ്ടേ കൊടുത്ത് ആത്മഹത്യ ചെയ്ത സിറ്റുവേഷൻസ് വരെ, അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായ സിറ്റുവേഷൻസ് വരെ നമുക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വോയിസ് ക്ലിപ്പുള്ള ഈ ഒരു കുട്ടീനോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അധികം വലിയ പൈസ ഒന്നും ഇതിന്റെ പോയിട്ടില്ല, എങ്കിലും പോയത് തന്നെയാണ്. ഗൈസ്, ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കും താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ആണ്, ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. ഗൈസ്, ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പൊ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. അപ്പൊ ഞാൻ താട്ടയ്ക്ക് നിന്നിട്ട് താട്ട നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് അപമാനിച്ചു ഗൈസ്. പിന്നെ ഞാൻ ഓർത്ത് അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം
അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടയ്ക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ. എൻ്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കത് ഇങ്ങനെ വരും, അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഇൻഡു ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബിഗ് സ്മാൾ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് 2000 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഇതുപോലുള്ളവർക്ക് ഇവർക്ക് വേറെ ഒന്നും പോകാനില്ല, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ കമ്പനികളായാലും ഓരോ വീഡിയോസിനും 10, 40 ലക്ഷം വെച്ചൊക്കെയാണ് ഓരോ കമ്പനികളും കൊടുക്കുന്നത്. ഇതൊക്കെ മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് ഇവർക്ക് ലാഭമുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് മണ്ടന്മാരായി പോയി ചാടി കൊടുക്കുന്ന നിങ്ങൾക്ക് ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ചിന്തിച്ചാൽ മതി. നാട്ടുകാർ ചത്താലും ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ സുജിൻ കൃഷ്ണ ഈ ഒരു ഇൻസ്റ്റാ പേജ് അതിപ്പോൾ റിമൂവ് ചെയ്ത സ്ഥിതിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ കയറി സെർച്ച് ചെയ്താലും കാര്യങ്ങളും സെർച്ച് ചെയ്താലൊന്നും അവരുടെ പേജ് കിട്ടത്തില്ല. അത് റിമൂവ് ചെയ്തൊരു സ്ഥിതിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 4,80,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പേജാണ് കേട്ടോ. അത്യാവശ്യം നല്ല പേജ് തന്നെ പോയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇവന്മാരുടെയൊക്കെ അവസാനത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. ഒന്നും ഇൻസ്റ്റയിലല്ല മറ്റൊന്നിലും അധികം നടക്കാൻ വഴി. ഇൻസ്റ്റയിൽ തീരെ നടക്കില്ല. ഇൻസ്റ്റയിൽ ഇമാതിരി പരിപാടിയൊക്കെ ഇപ്പൊ തന്നെ സീനാണ്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി ചാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചാടുക തന്നെ ചെയ്യും. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ ഒരു ബെറ്റിങ്ങിന്റെ കാര്യമല്ല, മറ്റു പല കുഴികളുണ്ട്. അതുപോലെ മിസ്റ്റർ സുജിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് ഉത്തരം തരണം. ഞാനൊരു 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന് നിങ്ങൾ എന്താ ഇമാതിരി വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇടാത്തെ? 2 നിങ്ങൾ പറയുന്നുണ്ട്, ഓരോ തവണയും പറയലുണ്ട് ഇതൊക്കെ ജെനുവിനാണെന്ന്. ഇമാതിരി ജെനുവിനായ സാധനം എന്തിനാ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് കളഞ്ഞേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരാണ്. അത് അവർ അപ്പം തന്നെ എടുത്ത് കളഞ്ഞ് ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ള നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. എന്നിട്ടാണ് ഈ ഒരു പരിപാടി. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. ഫാസ്മിന സക്കീറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈയിടെയായിട്ട് ഫാസ്മിന ഒരുപാട് വിവാദങ്ങളിലൊക്കെ ആയിരുന്നു. കല്യാണത്തിന്റെ കാര്യങ്ങളായാലും അതുപോലെ തൊപ്പിയുടെ ഒരു ഇഷ്യൂ ആയാലും. ഫാസ്മിനെ മെയിൻ ആയിട്ട് ഫസ്റ്റ് തൊട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി വഴിയാണ് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന തൊപ്പി വഴിയാണ്. തൊപ്പിയുടെ അന്നത്തെ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ തൊപ്പിയായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് പൊളിഞ്ഞതിലൂടെയൊക്കെയാണ് കേട്ടോ. അന്ന് തൊട്ടായിരുന്നു എയറിൽ കയറി തുടങ്ങിയത്. അതിനുശേഷം കല്യാണത്തിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ മെയിൻ ആയിട്ട് എത്തിയിരിക്കുന്ന ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു പ്രൊമോഷൻ വീഡിയോയിലാണ് കേട്ടോ ഈ ഒരു ചാനൽ പോയിരിക്കുന്നത്. നല്ല കാര്യം. ഇനി വയനാട് ബ്ലോഗർ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? 1,55,374 രൂപ. അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടിയതാ ഞാനൊരു 10,000 രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ. ഒന്നുമല്ല, പേഴ്സിൽ കുറച്ച് പൈസ വെക്കണം തോന്നി. അങ്ങനെതാ നേരെ എൻ്റെ പേഴ്സിലേക്ക് വെച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന്. എന്നാ കേട്ടോ, വെറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ. എന്തായാലും സൂപ്പർ അടിച്ച അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഈ പേജും ഇപ്പൊ ഇൻസ്റ്റയിൽ ഇല്ല കേട്ടോ. ഇൻസ്റ്റ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല. നക്കിത്തരമാണ് കാണിക്കുന്നത്. നിർത്താനുള്ള സമയമൊക്കെ ആയി. ഇമാതിരി പരിപാടികളൊക്കെ നിർത്തിക്കോ, മതി. സോ ഗൈസ്, ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഞാനിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാം, നിങ്ങളിലേക്ക് പറയാമെന്ന് വിചാരിച്ചു. വീഡിയോയിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കണം. അതുപോലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കണം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇറ്റ്സ് മീ യുവർ ആക്ഷൻ ടെൽ. സോ ഗൈസ്, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ 5 മിനിറ്റ് ആയിട്ട് കാണാം, ചിലപ്പോൾ കുറച്ചായിട്ട് കാണാം, ചിലപ്പോൾ വൈകുന്നേരം കാണാം, ചിലപ്പോൾ നാളെ കാണാം. എന്തായാലും